നമസ്കാരം. പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഈസി ടു മേക്ക് സിമ്പിൾ ദോശയാണ്. അത് വളരെ പ്രോട്ടീൻ റിച്ച് ആണ്. ചെറുപയർ കൊണ്ടാണ് ഉണ്ടാക്കണേ. 1 മണിക്കൂറിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് വേണമെങ്കിൽ ലൈറ്റായിട്ട് കഴിക്കണമെങ്കിൽ അതുണ്ടാക്കാം. അത് നല്ല സ്വാദായിരിക്കും. നോക്കാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. ഇതെല്ലാമാണ് ബേസിക് ഇൻഗ്രീഡിയൻസ്. 1 ഗ്ലാസ് ചെറുപയർ, ഒരു ചെറിയ കട്ടോരി പച്ചരി, ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അല്ലെങ്കിൽ ഉഴുന്ന്, പച്ചരി വേണ്ട പുഴുങ്ങലരി ആയാലും കുഴപ്പമില്ല, ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് ജീരകം, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് കായപ്പൊടി, കുറച്ച് സോൾട്ട്. ഇതെല്ലാമാണ് ഇൻഗ്രീഡിയൻസ്. ഇതിപ്പോൾ ചെറുപയറും അരിയും ഉഴുന്നും കൂടി സോക്ക് ചെയ്യണം. ഒരു 45 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇത് ചെറുപയറും അരിയും ഉഴുന്നും കൂടി സോക്ക് ചെയ്ത് കഴുകി വാറ്റിയെടുത്തേക്കുന്നതാണ്. അതിൻ്റെ കൂടെ അരയ്ക്കാനാണ് ഒരു 10 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു 2-3 ഡ്രൈ മുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കരുവേപ്പിൻ്റെ ഇല, ഒരു 4 പച്ചമുളക്. ഇത് ചട്നിക്കുള്ളതാണ്. തക്കാളിയും 2 തക്കാളി, ഒരു സവോള, ഒരു 4 ഡ്രൈ മുളക്, ഉപ്പും കൂട്ടി ചേർത്ത് അരച്ചിട്ട് അത് കടുവറുത്ത് അതിൽ ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം. കുറച്ച് നേരം റോസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നല്ല സ്വാദായിട്ട് വരും ചട്നി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അരച്ച് ഒരു ദോശമാവിന് പാകത്തിൽ ആക്കി എടുക്കണം. അതാണ് നമ്മുടെ ബേസിക് ബാറ്റർ. നമ്മൾ സോൾട്ടും കൂടി ചേർത്തിട്ടാണ് ബാറ്റർ അരച്ചെടുത്തേക്കണത്. ഇതിപ്പോൾ നമ്മൾ ദോശ പോലെ തന്നെ പരത്തി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ഊത്തപ്പത്തിനൊക്കെ ഇടണ പോലെ കുറച്ച് ചെറിയ ഉള്ളി ഇടണം. എന്നിട്ട് അത് മറ്റേ സൈഡിലേക്കും കുറച്ച് നെയ്യാണ് ഇതിലിടണേ, എണ്ണയല്ല യൂസ് ചെയ്തേക്കണേ. നെയ്യ് ഇട്ടിട്ട് ഒരു സൈഡ് റോസ്റ്റായി കഴിയുമ്പോൾ അത് കമത്തിയിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ലോണം വേവും. ഇനി അത് മറിച്ചിട്ട് മടക്കിയെടുത്താൽ നമുക്ക് ചട്നിയും കൂടി അങ്ങോട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഇതാണ് ചെറുപയർ ദോശ.